ഹായ് അസ്സാം വലൈക്കും, ഐ എം റുഷാന ആൻഡ് വെൽക്കം ടു മൈ ആർട്ട് റൂം. യുദ്ധഭൂമിയിൽ ഏതാ പുതിയൊരു ബട്ടൺ എന്ന് വിചാരിക്കേണ്ട. എൻ്റെ ചാനൽ കാണുന്ന ആളുകൾക്കറിയാം, ഞാൻ മെയിൻലി ഷോർട്സ് ആണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് ഫുള്ളി വോയിസ് ഓവർ ലോങ് വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെതായ മിസ്റ്റേക്സ് ഒക്കെ ഇതിനുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗിവ് അവേ വിന്നർ അനൗൺസ്മെൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ടേബിള്. ഇത് ഫുള്ളി ബ്ലാക്ക് കളറായിരുന്നു. ഇതിൽ ഞാൻ വൈറ്റ് വാൾപേപ്പർ ഒട്ടിച്ചിട്ട് ഫുള്ളായിട്ട് വൈറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പെഗ് ബോർഡും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പെഗ് ബോർഡ് അൺബോക്സിങ് വീഡിയോ ഒക്കെ നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. പെഗ് ബോർഡ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ വാൾപേപ്പർ ഒട്ടിക്കുന്നതും കാര്യമായിട്ട് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ പെഗ് ബോർഡിൻ്റെ ആക്സസറീസ് ഒന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അത് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. പെഗ് ബോർഡ് അൺബോക്സിങ് വീഡിയോ ഇട്ടപ്പോൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമോ, അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അതുവരെ ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യണമെന്നോ വീഡിയോ ഇടണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. ഈ കമൻറ്റ്സൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു ഏതായാലും പെഗ് ബോർഡൊക്കെ വാങ്ങിയതല്ലേ, ജസ്റ്റ് ഒരു മേക്ക് ഓവറൊക്കെ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെയാണ് ഈ വീഡിയോയിലേക്ക് എത്തിയത്. പിന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയൊരു സാധനമായിരുന്നു ഈ പെഗ് ബോർഡ്. അപ്പോൾ പിന്നെ എന്തായാലും വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതുപോലൊരു ഗ്രിഡ് വാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും നിങ്ങൾ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. അതൊന്ന് ഫിക്സ് ചെയ്തെടുക്കും. ഇത് ഞാൻ ബാംബൂ സ്ക്യൂസ് വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഗ്രിഡ് വാളാണ് കേട്ടോ. ഇതല്ലാതെ നമുക്ക് ഷോപ്പിൽ വാങ്ങാനും കിട്ടും. സ്റ്റീലിലും ഒക്കെ ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഈ ടേബിൾ ഞാൻ അധികം അറ്റത്തേക്ക് വെക്കാത്തത് അവിടെ വൈഫൈ കണക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് വാളിൽ ഒട്ടിക്കാൻ പറ്റിയ കുറച്ച് പിക്ചേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഈ പിക്ചേഴ്സൊക്കെ ഞാൻ A4 കളർ പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ സൈസ് എന്താണെന്ന് ചോദിച്ചാൽ A4 സൈസിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് പിക്ചേഴ്സ് വരുന്ന രീതിയിൽ എഡിറ്റ് ചെയ്ത ശേഷം പ്രിൻ്റ് ചെയ്തെടുത്താണ്. ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ വൈറ്റ് ഔട്ട്ലൈൻ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ വാളിൽ ഒട്ടിക്കുമ്പോൾ കുറച്ച് എന്താ പറയുക, നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ. നോർമലി എല്ലാവരും സെലക്ട് ചെയ്യുന്ന കുറച്ച് വാൾ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, പിൻട്രസ്റ്റ് തീമിൽ, പിങ്ക് തീമിൽ, അതുപോലെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള വാൾ സ്റ്റിക്കേഴ്സ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ എനിക്കിഷ്ടപ്പെട്ട തീമിൽ എന്താ പറയുക, കുറച്ച് ഡ്രീമി ആയിട്ടുള്ള പിക്ചേഴ്സാണ് സെലക്ട് ചെയ്തത്. നമുക്ക് നോക്കിയിരിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് പിക്ചേഴ്സ് ഉണ്ടല്ലോ, ആ ടൈപ്പിലുള്ള കുറച്ച് പിക്ചേഴ്സ്. ആദ്യം തന്നെ ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ തന്നെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പിക്ചറും ഞാൻ ഇന്നിട്ട ഡ്രസ്സും നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് ഞാൻ മനഃപൂർവ്വം ഒപ്പിച്ചതല്ല കേട്ടോ, ഏകദേശം ആ ഒരു കളർ തീമിൽ വന്നു പോയതാണ്. ഇനി ഇതുപോലെ ഓരോ പിക്ചേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടേ. അങ്ങനെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെഗ് ബോർഡിൽ ഓരോ പ്രൊഡക്ട്സ് ആയിട്ട് വെച്ച് ഫില്ല് ചെയ്തെടുക്കും. പിന്നെ ഈ പെഗ് ബോർഡ് പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്തിനാണ് ഈ പെഗ് ബോർഡ് വാങ്ങിയിട്ട് ഇങ്ങനെ ഷോ ഓഫിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ. പക്ഷേ ഡെയിലി നമ്മൾ വീഡിയോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പെഗ് ബോർഡ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ പെട്ടെന്ന് ഇതുപോലെ വേണ്ട സാധനങ്ങളൊക്കെ ഒരു കൈയകലത്തിൽ കിട്ടുക എന്ന് പറയുന്നത്, അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇതുപോലൊരു പ്ലേസ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഓരോ പ്രൊഡക്ട്സും എൻ്റെ ഓരോ ഷോർട്സിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ തന്നെയാണ് ഞാൻ മൊത്തത്തിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അല്ലാതെ ഈ മേക്ക് ഓവറിനായിട്ട് കാര്യമായിട്ട് ഞാൻ അങ്ങനെ പൈസ മുടക്കിയ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയൂലേ, അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ആ വെക്കുന്ന സാധനം നിങ്ങൾ എൻ്റെ എല്ലാ ഷോർട്സിലും കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഈ സാധനം ആദ്യം ഞാൻ വെച്ചത് ഒരു വയർലെസ് ചാർജർ പ്ലസ് ഒരു സ്പീക്കറാണ്, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അത് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ വെച്ചത്. പിന്നെ കാണാനും ഒരു ഡെക്കോർ പീസ് പോലെ നല്ല ഭംഗി ഉണ്ടായതുകൊണ്ട് വീഡിയോയിൽ ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ടേബിളിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഒരു ഓർഗനൈസറും വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രാഫ്റ്റ് സപ്ലൈസും കാര്യങ്ങളും അതുപോലെ സ്കിൻ കെയർ ഐറ്റംസൊക്കെ ആണ് വെക്കാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മനസ്സ് മാറുന്നതുകൊണ്ട് ഒരു സാധനം വെച്ചാൽ ഒരു 2 ഫോട്ടോ എടുത്ത് നോക്കും, എന്നിട്ട് അതവിടെ വെക്കണോ വെക്കണ്ടേ എന്ന് തീരുമാനിക്കും. ചിലപ്പോൾ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. അങ്ങനെയൊക്കെ കളിക്കും കേട്ടോ. ഇതപ്പം തന്നെ കണ്ടില്ലേ, ആ ഒരു ഫ്ലവറിൻ്റെ സംഭവം മാറ്റി അവിടെ ഡോള് വെച്ചിട്ടുണ്ട്. ഇതൊരു സ്മോൾ വേസ്റ്റ് ബിൻ ആണ്. ഇത് ടേബിളിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു സാധനം ആയതുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് മോനെ പിക്ക് ചെയ്യാൻ താഴെ വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടി വന്നതാണ്. ഇത് ഞാൻ കുറേ വർഷം മുന്നേ എംബ്രോയ്ഡറി ചെയ്ത് വെച്ച ഒരു ക്യാപ്പാണ് കേട്ടോ. ഇങ്ങനെ ക്യാപ്പിൽ ബാഗിൽ ഒക്കെ എംബ്രോയ്ഡറി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പല കാര്യങ്ങളിലും എംബ്രോയ്ഡറി ചെയ്ത് നോക്കാറുമുണ്ട്.
ഇനി നിങ്ങൾക്ക് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാം. ഏത് ടൈപ്പ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളത് എന്ന് എനിക്കറിയുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ആ ടേബിളിൻ്റെ അറ്റത്ത് വെച്ച ഓർഗനൈസറിൽ ഇതുപോലെ കുറച്ച് കളറും കാര്യങ്ങളും ക്രാഫ്റ്റ് സപ്ലൈസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ വെച്ചത് ഇതുപോലെ എനിക്ക് പെട്ടെന്ന് ആവശ്യമുള്ള കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ്, പെർഫ്യൂംസൊക്കെ ആണ്. ബാക്കിയുള്ള ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ ഡ്രോയറിലൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അറേഞ്ച് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, അതിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു മേക്ക് ഓവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയൊരു എസ്തെറ്റിക് ലുക്കൊക്കെ വരുത്താൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അത് പറയുക. എൻ്റെ ചാനൽ കാണുന്നത് കുറേയൊക്കെ കുട്ടികളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർക്കൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും, ഇങ്ങനെ ടേബിൾ ചെയ്യണം, ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ. ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, എവിടെ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ഒരു ചാനലൊക്കെ തുടങ്ങി നോക്കുക. ഞാനിപ്പോൾ വിചാരിക്കുന്ന പോലെ കുറച്ച് മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മുടെ മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഗിവ് അവേ അനൗൺസ്മെൻറ്റിലേക്ക് പോവാം. അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നറായിട്ട് വന്നത് ടൈഡ് ടെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജാണ് കേട്ടോ. നമ്മുടെ സെക്കൻഡ് പ്രൈസ് വിന്നർ അല്ലൂസ് 123 എന്ന് പറയുന്ന ഒരു പേജാണ്. തേർഡ് വിന്നറായിട്ട് വന്നത് ബഷീർ PV K1R എന്ന് പറയുന്ന ഒരു പേജാണ്. ഫോർത്ത് പ്രൈസ് വിന്നറായിട്ട് വന്നത് റസിയ N9X എന്ന് പറയുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പ്രൈസ് വിന്നർ ക്രേസി ക്രാഫ്റ്റ് ബൈ അസ് എന്ന് പറയുന്ന ചാനലാണ്. എല്ലാ വിന്നേഴ്സിനും കൺഗ്രാജുലേഷൻസ് ആൻഡ് എല്ലാവരും എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ആളുകളാണെങ്കിൽ മെയിലിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഗിവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടാത്ത ആളുകളോടാണ് ആരും വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും ഗിവ് അവേ വെക്കാം. 6500 കമൻസ് നിന്ന് എനിക്ക് 5 കമൻസ് അല്ലേ സെലക്ട് ചെയ്യാൻ പറ്റൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ഇൻഷാ അല്ലാ.